എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ചങ്ങനാശ്ശേരി എൻ്റെ വീട്ടിൽ പോകുന്നതാണ്. അപ്പം നമ്മൾ പെണ്ണുങ്ങളെയൊക്കെ സംബന്ധിച്ച് പെൺപിള്ളേരെയൊക്കെ പറയുമ്പോഴത്തേനും നമ്മൾ കല്യാണം കഴിഞ്ഞൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ പോകുമ്പോഴത്തേനും നമുക്കൊരു സന്തോഷമാണ് അല്ലേ. ഇപ്പം ഞാൻ കുറച്ചായി വീട്ടിൽ പോയിട്ട് ചങ്ങനാശ്ശേരി പോകുന്നുണ്ട്, പക്ഷേ വീട്ടിലോട്ട് പോകുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ടൊന്ന് പോയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്നാന്ന് വെച്ചാൽ ചങ്ങനാശ്ശേരി പോകുന്നുണ്ടായിരുന്നു. അത് ഓരോ ആവശ്യങ്ങൾക്ക് പോകുമ്പം പിന്നെ ഞാനിങ്ങനെ തിരിച്ച് ബസ്സിനാണല്ലോ വരുന്നത്. അന്നേരം ആ ആവശ്യത്തിന് എന്തെങ്കിലും പോയി കഴിയുമ്പോഴത്തേനും പിന്നെ ബസ്സിൻ്റെ സമയം അനുസരിച്ച് പെട്ടെന്ന് ഇങ്ങനെ തിരിച്ച് വരും. അന്നേരം വീട്ടിൽ പോകുന്നില്ലായിരുന്നു. പിന്നെ അണ്ണച്ചിയൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേനും നമുക്ക് വീട്ടിൽ കുറേ നേരമൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെ വരാമായിരുന്നു. പിന്നെ അണ്ണച്ചിക്ക് ഓട്ടവും അങ്ങനെ ഓരോ കാര്യങ്ങളാകുമ്പോൾ നമ്മൾ അവരെയും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ, നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകണ്ടേ. ഇപ്പം പിന്നെ കല്യാണത്തിന് വേണ്ടി പോവാണ്. എന്നിട്ട് പോയിട്ട് ഞാൻ തിരിച്ച് ബസ്സിന് തന്നെ ഇങ്ങ് വരും. പിന്നെ ഇനി പെരുന്നാളൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് വീട്ടിൽ പോകാമല്ലോ. അപ്പോൾ ഉമ്മച്ചി അവിടെ ഉമ്മച്ചിയുടെ പണിയൊക്കെ ഒതുക്കി നിൽക്കാമെന്ന് പറഞ്ഞ് അപ്പം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഓരോ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. വീട്ടിലാണെങ്കിൽ പൊടി ഉമ്മച്ചി ഇടയ്ക്ക് വീഡിയോസൊക്കെ ഇടയ്ക്കിടുകയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് അങ്ങ് പോവാം. കല്യാണത്തിൻ്റെ സ്ഥലത്തോട്ട് പോകുന്നതായിരിക്കും ഇനി ഞാൻ വീഡിയോ ഇടുന്നത്. അങ്ങനെ വീട്ടിൽ ചെന്ന് നേരെ ഉമ്മച്ചീനെയും വിളിച്ചുകൊണ്ട് നമ്മൾ കല്യാണ സ്ഥലത്ത് വന്ന്. ഇപ്പം ഇതാണ് ഓഡിറ്റോറിയം. ഇത് 4 കോടിയിലാണ് ഈ ഓഡിറ്റോറിയം വരുന്നത്. ഉമ്മച്ചീനെ ഞാൻ വിളിച്ചിട്ട് ഉമ്മച്ചി വാ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഉമ്മച്ചീനെ കൊണ്ട് പോസ് ചെയ്യിക്കുമായിരുന്നു. അങ്ങനെ വന്നുടനെ തന്നെ പതിവ് പോലെ വെള്ളമൊക്കെ കുടിച്ച് എന്നിട്ട് ഞാൻ അവിടുത്തെ ഡെക്കറേഷനും ഒക്കെ നിന്ന് കവറൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഇതാണ് നമ്മൾ വാതിലിൽ കൂടെ കയറി പെണ്ണിനെ കാണാനായിട്ട് കല്യാണത്തിന് വന്നാൽ പിന്നെ കല്യാണ പെണ്ണിനെ നമ്മൾ ഫസ്റ്റ് കാണണ്ടേ. അങ്ങനെ ഞങ്ങൾ വേണ്ട സ്റ്റേജിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ കൊള്ളാമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഉമ്മച്ചിയോട് ഞാൻ പറഞ്ഞു ഉമ്മച്ചി വാ പോസ് ചെയ്യ് വീഡിയോയ്ക്കെന്ന്. ഉമ്മച്ചി ഇടയ്ക്ക് വീഡിയോയിൽ ഇങ്ങനെ നിൽക്കും. ഇടയ്ക്ക് ഉമ്മച്ചിക്ക് പരിചയമുള്ള ആരെങ്കിലും കാണുമ്പോഴത്തേനും അങ്ങോട്ട് ചെന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കും. അങ്ങനെ വേണ്ടത് നമ്മുടെ കല്യാണ പെണ്ണാണിത്. ഇവർ 4 പെൺപിള്ളേരാണ്. അത് ഈ 2ാമത്തെ ആളിൻ്റെ കല്യാണമാണിത്. പിന്നെ കുറച്ച് നേരം കല്യാണ പെണ്ണിനെ ഇങ്ങനെ നോക്കി നിന്നു. പെണ്ണിൻ്റെ മേക്കപ്പും ഡ്രസ്സിങ്ങും ഒക്കെ നമ്മൾ കൂടുതലും അതൊക്കെ നോക്കുമല്ലോ. പിന്നെ പെണ്ണിൻ്റെ ഉമ്മ ആണിത്. നമ്മളോട് പറയായിരുന്നു ഫോട്ടോ എടുക്കാൻ. ചെന്നപ്പോൾ തൊട്ട് എല്ലാവർക്കും നല്ല സ്നേഹമായിരുന്നു കേട്ടോ. നിന്ന് ഫോട്ടോ എടുക്കെന്നൊക്കെ പറഞ്ഞു നിന്ന് ഞങ്ങൾ പിന്നെ സ്റ്റേജിൽ കയറി ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ നേരത്തെ താമസിച്ച വീടിൻ്റെ അടുത്തായിരുന്നു ഇവർ താമസിച്ചത്. അങ്ങനെ നമ്മളെല്ലാവരും നല്ല പരിചയവും സ്നേഹവും ഒക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ അടുത്തുള്ള ഒത്തിരി പേരൊക്കെ വരും. അപ്പോൾ ഉമ്മച്ചി എല്ലാവരെയൊക്കെ കണ്ടിട്ട് ദേ കൊച്ചേ അവരല്ലേ ഇതെന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും സംസാരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ അവസാനം സ്റ്റേജിൽ പെണ്ണിൻ്റെ അടുക്കലെത്തി. ഉമ്മച്ചി പെണ്ണിനെ നോക്കിയിട്ട് ഓരോന്നൊക്കെ സംസാരിച്ച് ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. കാരണം നമ്മൾ കുറേ നാൾ കൂടിയല്ലേ കാണുന്നത്. പിന്നെ കല്യാണ ചെറുക്കൻ്റെ വീട് ഇച്ചിരി ദൂരെ ആയതുകൊണ്ട് ചെറുക്കൻ ഇച്ചിരി താമസിച്ചായിരുന്നു വന്നത്. അപ്പോൾ അതുവരെ ഞങ്ങൾ നിന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ തിരിച്ച് വന്നതുകൊണ്ട് ചെറുക്കൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവർ 4 പേരല്ലേ, 4 പേര് മൂത്ത ആളാണിത്. ആളിന് 2 ആൺപിള്ളേരാണ്. അപ്പോൾ കുഞ്ഞിനോട് പറയായിരുന്നു ഹായ് കൊടുക്കാനെന്നൊക്കെ പറയായിരുന്നു. ഇവർക്ക് എല്ലാവർക്കും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉണ്ട്. ഇത് 4ാമത്തെ അനിയത്തിയാണ് പെണ്ണിൻ്റെ. പറഞ്ഞ് എനിക്ക് തന്നെ തെറ്റുന്നു 1 2 3 4 എന്നൊക്കെ പറയുമ്പോഴേ അത് എല്ലാവരും കാരണം ഒരേ കോസ്റ്റ്യൂമായിരുന്നു, ഒരേ ഡ്രസ്സിങ്ങും കളറൊക്കെ ആണെങ്കിലും ഒരുപോലത്തെയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് ഉമ്മച്ചി പറഞ്ഞു ഉമ്മച്ചി നേരത്തെ തൊട്ടേ ചിക്കൻ കഴിക്കത്തില്ല. അപ്പോൾ ഉമ്മച്ചിക്ക് വെറും ചോറ് മതിയെന്ന് പറഞ്ഞൊക്കെ ആളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഉമ്മച്ചി എന്നാൽ പോയി വെറും ചോറിൻ്റെ അവിടെ ഇരിക്കേ, എനിക്ക് ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ പോസ്റ്റ് അടിച്ച് നിന്നു. അങ്ങനെ ഇത് വേണ്ട 3ാമത്തെ ആളാണ്. ആളിന് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കുമായിരുന്നു പൊടി വന്നില്ലേന്ന്. പിന്നെ ചെറുക്കൻ കൂട്ടർ ഓഡിറ്റോറിയത്തിൻ്റെ അങ്ങോട്ട് പോകുന്നതുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് വീട്ടിൽ പോകണമല്ലോ താമസിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് എനിക്കും തിരിച്ച് അങ്ങ് വരെ പോകണ്ടേല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനും ഉമ്മച്ചിയും കൂടെ ബസ്സിൽ കയറാനായിട്ട് ഇങ്ങനെ ധൃതി വെച്ച് ഇങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ നമുക്ക് ബസ്സൊക്കെ കിട്ടി, സീറ്റൊക്കെ കിട്ടി. അപ്പോൾ ഇത്രേ ഉള്ളൂ.